എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലായാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നീളത്തിൽ ഇതേപോലെ നൈസാക്കി നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളതിലേക്ക് കുഞ്ഞുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കണില്ല. ഇനിയിപ്പോൾ നമുക്ക് കോവയ്ക്കയിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്തി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇളക്കുന്നതിനനുസരിച്ച് കോവയ്ക്ക വാടി തുടങ്ങുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതാ കോവയ്ക്ക ഏകദേശം കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയും ഉപ്പും മാത്രം ചേർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിനും കൂടുതൽ ഫ്രൈ ആകണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ ഒരു ടൈം എത്തുമ്പോഴേക്കും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മുളകിന് നന്നായിട്ട് എരിവുണ്ട്, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊരു 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന കോവയ്ക്കയുടെയും അളവനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഇനി നന്നായിട്ട് മുളകിൻ്റെ പച്ചമണമൊക്കെ വിട്ടു പോകുന്ന വരെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പോരാത്ത ഉപ്പൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവണം എന്നുള്ളവർക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഇത്രയേ താല്പര്യമുള്ളൂ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ സിമ്പിളല്ലേ ഇതുണ്ടാക്കാനായിട്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ക്ലാസ്സുള്ള ദിവസങ്ങളായിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് കാലത്ത് എണീറ്റ് ടിഫിൻ ബോക്സിലേക്ക് ആവശ്യമായിട്ട് വേഗം ഒരു മെഴുക്കുവരട്ടി ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ തൈര് കുറച്ച് വെള്ളം ചേർത്ത് ഈ ഒരു രീതിയിൽ എടുക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, കുഞ്ഞുള്ളി, ഇഞ്ചി ഇതെല്ലാം ചതച്ച് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ തിരുമിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരകത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ കൂട്ടത്തിൽ നന്നായിട്ട് തിരുമി ചേർത്ത് കഴിഞ്ഞാൽ ഈ മോരിന് നല്ല രുചിയും അതേപോലെ തന്നെ മണമായിരിക്കും. കുറച്ചും കൂടി വെള്ളം ചേർത്താൽ നമുക്ക് ചൂടുകാലങ്ങളിൽ കുടിക്കണം നല്ല സംഭാരമായി. ഇത് ഞാനിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്കച്ചാറാണ്. അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് കുപ്പിയിലേക്കൊന്നും പകർത്തിയിട്ടില്ല. ഇത്രയും കൂടി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് കഴിക്കാനുള്ള എൻ്റെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ടുള്ള ഊണാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല വിഭവസമൃദ്ധമായിട്ട് ഊണൊന്നും കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഊണാണിത്. അപ്പോൾ ഇതേപോലെ കുറച്ച് മോരും നമ്മളുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി നെല്ലിക്കച്ചാറും കൂട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണ് നമുക്ക് ഇതേപോലെ റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. കോവയ്ക്കയും മുളക് പൊടിയും മഞ്ഞളും ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.